അത്യന്തമായുള്ളൊരാപത്താസുരരാൽ നിത്യം മുഴുത്തു കഴിവില്ലാഞ്ഞു ശക്തനായി വന്നു പിറന്ന ദശരഥ പുത്രനാം ശ്രീരാമനാരായണ. ആനന്ദത്തോടങ്ങനുജന്മാരും താനും വാനോർപുരിയിൽ വളരും കാലം ദീനതയോടൊരു മാമുനി തൻ ചൊല്ലാൽ പോയൊരു ശ്രീരാമനാരായണ. ഇഷ്ടത്തിൽ മാമുനി തൻ ചൊല്ലാൽ പോകുമ്പോൾ ദുഷ്ടസ്ത്രീ താടക തന്നെ കൊന്നു. മുട്ടിക്കിടന്നൊരു യാഗത്തെ രക്ഷിച്ച ചട്ടറ്റ ശ്രീരാമനാരായണ. ഈടുറ്റ കല്ലാമഹല്യയ്ക്കു മോക്ഷവും പാടെ കൊടുത്തു മിഥിലപുക്കും. കേടറ്റ വില്ലു മുറിച്ചു കല്യാണവും ഘോഷിച്ച ശ്രീരാമനാരായണ. ഉൽക്കനിവോടങ്ങയോധ്യയ്ക്കു പോകുമ്പോൾ തക്കത്തിലെത്തി പരശുരാമൻ. തൃക്കൈയിൽ മേവുന്ന വില്ലും ശരങ്ങളും കൈക്കൊണ്ട ശ്രീരാമനാരായണ. ഊഴിയെ പാലിച്ചു കൊള്ളുവാനഭിഷേകം പാരാതെ ചെയ്യുവാൻ തുടങ്ങുമപ്പോൾ മാതൃവചനത്തെ കേട്ടു വനത്തിനു പോയൊരു ശ്രീരാമനാരായണ. എന്മൂലമെൻ മക്കൾ പോയി വനത്തിനെന്നുണ്മ നനച്ചു മരിച്ചച്ഛൻ്റെ കർമ്മങ്ങളെല്ലാം വനത്തിങ്കൽ ചെയ്തൊരു നിർമ്മലൻ ശ്രീരാമനാരായണ. ഏൽപ്പാനവകാശമുണ്ടാക്കി ലക്ഷ്മണൻ ശൂർപ്പണഖാമുല മൂർന്ന ശേഷം താൽപര്യത്തോടു വന്ന ഖരാതിയെ തോൽപ്പിച്ച ശ്രീരാമനാരായണ.